ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ വർക്കിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അതായത് ഇതിൽ ഫ്ലവർ ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ വെളിയിൽ വെച്ച് വീഡിയോ എടുത്തിട്ടാണ് കേട്ടോ ഇതിങ്ങനൊരു ചെറിയൊരു ഇതുപോലെ കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് ഇതിനകത്ത് ഇതുപോലെ ഫ്ലവർ സെറ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് കുറച്ചധികം തന്നെ പേപ്പർ സ്ട്രിപ്സ് പല സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് 180 GSM ആണ് ഈ സ്ട്രിപ്പ്. ആദ്യം നമുക്ക് ഫ്ലവറിൻ്റെ സെൻറ്റർ ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് ഇതുപോലൊരു സ്ട്രിപ്പ് എടുത്തിട്ട് ഇങ്ങനെ മടക്കി കൊടുത്താൽ മതിയേ. ഇത് ഫുള്ളൊന്ന് മടക്കി കൊടുക്കണം. അതിന് ശേഷം ഫില്ലിംഗ് ടൂളോ അല്ലെങ്കിൽ നമുക്ക് കൈ തന്നെ ഉപയോഗിച്ചാലും മതി. ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് അതിനൊന്ന് ലൂസാക്കി കൊടുത്ത് ലൂസ് കോയിലാക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ അത് മാറ്റിയെടുക്കാൻ പറ്റും. എന്നിട്ട് ലാസ്റ്റ് അതിനെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗം ഉപയോഗിച്ച്. എന്നിട്ട് ഇനി അതിനെ ഈ പേപ്പറിലോട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇനി നമുക്ക് മുകളിലോട്ടും സൈഡിലോട്ടും എല്ലാം അതിൻ്റെ പെറ്റൽസ് അറേഞ്ച് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ അതിനുള്ള സ്പേസ് വിട്ടിട്ട് വേണേ ചെയ്യാനായിട്ട്. ഇനി പെറ്റൽസ് അറേഞ്ച് ചെയ്യാനായിട്ട് കുറേ അധികം തന്നെ പേപ്പർ സ്ട്രിപ്സ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് മുമ്പത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. ഈ പേപ്പർ സ്ട്രിപ്സ് പല സൈസിൽ കട്ട് ചെയ്തിട്ട് ഒരു റൗണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് പെൻസിലോ ബ്രഷോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേന് ഈ ഷേപ്പിൽ കിട്ടും. അതിനെ നമ്മൾ ഗം ഉപയോഗിച്ച് ഇവിടെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. GSM കൂടിയ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇത് അതിൻ്റെ ബേസായിട്ടുള്ള പേപ്പറിലൊന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ. റോസ് ഫ്ലവർ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അതിന് ഈ പേപ്പർ സ്ട്രിപ്പിന് ഇത്ര നീളം വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. നമുക്കിഷ്ടമുള്ള അളവിന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സ്പേസിങ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. വേണമെങ്കിൽ നമുക്ക് അടുപ്പിച്ച് വയ്ക്കാം, അല്ലെങ്കിൽ അകലത്തിൽ വയ്ക്കാം. അങ്ങനെ നമുക്കിഷ്ടമുള്ളതുപോലെ ചെയ്തെടുക്കാം. രണ്ട് രീതിയിലും ചെയ്യുമ്പോൾ രണ്ട് തരത്തിലുള്ള ഫ്ലവർ ആയിരിക്കും കിട്ടുന്നത്. രണ്ടിൻ്റെയും പ്രത്യേകതരം ഭംഗിയായിരിക്കും. അങ്ങനെ റോസ് ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് രണ്ട് കളറിലുള്ള റോസ് ഫ്ലവർ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേപ്പറിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചത് ഫ്ലവർ നമ്മൾ ഡയറക്റ്റ് നെയിം ചെയ്ത പേപ്പറിൽ തന്നെ ചെയ്യുന്നതായിട്ടല്ലേ കാണിച്ചത്. അപ്പോൾ നമ്മൾ ഈ പല കളറിലുള്ള പേപ്പർ ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള കളർ നമ്മളതിൽ അപ്ലൈ ചെയ്യണമായിരുന്നു. ഇതാകുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. കറക്റ്റ് കളർ തന്നെ നമുക്ക് കിട്ടും. ഫ്ലവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ് ഫ്ലവർ. അപ്പോൾ ഇതിനകത്ത് ആ ഫ്ലവർ വെക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ കുറച്ച് ഈ ലെറ്ററിന് ഇടയ്ക്കൂടെ ആ കളർ തന്നെ ആ റോസ് ഫ്ലവർ ഒന്ന് ചെയ്ത് വെക്കണമെന്ന് തോന്നി. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ കളർ ഇവിടെ ഒന്ന് കൊടുക്കുവാണേ. അതിന് ശേഷം നമ്മൾ ചെയ്ത് വെച്ചിരുന്ന ഫ്ലവർ ഇനി ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഇനി അതിൻ്റെ പുറത്തുകൂടി ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഫുള്ള് കളർ ചെയ്തതിന് ശേഷം നമുക്ക് പേപ്പർ സ്ട്രിപ്പ് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ ആ ഫ്ലവർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് രണ്ട് ലെറ്റേഴ്സിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫ്ലവർ ചെയ്യുമ്പോൾ കളർ കൊടുക്കാതെ പേപ്പറിനകത്ത് തന്നെ എങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ്. നമ്മൾക്ക് ഇനി ചെയ്യുന്നത് ഡിക്കും വൈക്കും ഇടയ്ക്കാണ് ഫ്ലവർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഈ പേപ്പർ വെച്ച് ആദ്യമേ ഞാൻ ഡിയുടെയും വൈയുടെയും അടിയിൽ വെച്ച് ഇതുപോലെ ഫ്ലവറിൻ്റെ ഔട്ട്ലൈൻ വരച്ചിട്ട് അത് ട്രേസ് ചെയ്തൊന്ന് എടുത്തിട്ടുണ്ട്. ഈ വൈയുടെയും ഡിയുടെയും അവിടെ അതിനി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് കാണാവേ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന്. ഇത് കണ്ടോ, ഇതുപോലാണ് അത് കട്ട് ചെയ്തെടുത്തത്. അതായത് ഡിയുടെ ആ ലാസ്റ്റ് പോർഷനും ഉണ്ട്, വൈയുടെ ഫുള്ളും ഉണ്ട്. അതിനനുസരിച്ച് നമ്മൾ അവിടെ വെച്ച് ഫുള്ള് ട്രേസ് ചെയ്ത് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ആ ലെറ്ററിൻ്റെ ഇടയ്ക്കോട്ട് അത് പ്ലേസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അവിടെ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇതുപോലെ റോസ് ഫ്ലവർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കളർ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല.
ഇനി ഇതാ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ 3 പോർഷനിലും നമ്മൾ ചെറിയൊരു പീസാണ് കട്ട് ചെയ്ത് വെക്കാൻ പോകുന്നത് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഫ്ലവർ സെറ്റ് ചെയ്തതുപോലെ തന്നെ പേപ്പർ സ്ട്രിപ്പ് യൂസ് ചെയ്തിട്ട് ഫുള്ള് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഫ്ലവറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പം ചെയ്തിരിക്കുന്ന ഡിയുടെ താഴെ വെച്ചേക്കുന്ന ആ ഫ്ലവർ വെച്ച് ബാക്കിയെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ പേപ്പർ വെച്ച് ട്രേസ് ചെയ്തിട്ട് ആ പേപ്പർ ഒട്ടിച്ചാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തൊരു ലീഫ് ഉണ്ടാക്കുന്നതാണ് കാണിച്ചിരുന്നത്. അത് പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു പേപ്പർ സ്ട്രിപ്പ് എടുത്തിട്ട് അതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് ഒരു ലെറ്റേഴ്സിന് ഇടയ്ക്കൊക്കെയുള്ള ഈ ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്യാനായിട്ട് ഈ ലീഫൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ വയ്ക്കുന്ന ഈ ലീഫൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ലീഫ് ഉണ്ടാക്കിയെടുത്തിട്ട് അത് അതേ സെയിം കളറിൽ ഒട്ടിച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് കളർ അടിക്കണ്ടല്ലോ. ലീഫ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഈ ഷേപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് എടുത്തിരിക്കുന്നത് 120 GSM പേപ്പറാണ്. ഇതുപോലൊന്ന് റോൾ ചെയ്ത് ടൈറ്റായിട്ട് നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം. അതിന് ശേഷം അതിനൊരു ലൂസ് കോയിലാക്കും. എന്നിട്ട് അതിൻ്റെ എൻ പോർഷനൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് അതിനെ ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്തതിന് ശേഷം അതിനെ 2 സൈഡിലോട്ടും വളച്ചു കൊടുക്കണം. അങ്ങനെ ആ ഷേപ്പും റെഡി ആയിട്ടുണ്ട്. ഈ ഷേപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് വർക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.